അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആയത്തുകളിൽ മനുഷ്യൻ്റെ രഹസ്യവും പരസ്യവും ഒളിഞ്ഞതും തെളിഞ്ഞതുമെല്ലാം അള്ളാഹു അറിയുന്നുണ്ട് എന്ന് പറഞ്ഞതിനോട് ചേർത്തുകൊണ്ട് തുടർന്നു വരുന്ന 11-ാമത്തെ ആയത്തിൽ പറയുന്നു, ലഹു മുഅഖിബാതും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫളൂനഹു മിൻ അംരില്ലാഹ് ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം വഇദാ അറാദല്ലാഹു ബിഖൗമിൻ സൂഅൻ ഫലാ മറദ്ദ ലഹു വമാ ലഹും മിൻ ദൂനിഹി മിൻ വാൽ. ലഹു മുഅഖിബാത്തുൻ, അവന് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നവയുണ്ട്. ഓരോ മനുഷ്യനെയും സംരക്ഷിക്കാൻ വേണ്ടി നിരന്തരം അവനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന മലക്കുകൾ ഓരോരുത്തരുടെയും കൂടെയുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി, അവൻ്റെ മുന്നിലും പിന്നിലുമായിക്കൊണ്ട്, യഹ്ഫളൂനഹു, അവനെ സംരക്ഷിച്ചുകൊണ്ട്, മിൻ അംരില്ല, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം, അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം മനുഷ്യനെ ആപത്തുകളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നുമൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി മലക്കുകൾ അവൻ്റെ മുന്നിലും പിന്നിലുമായി അവൻ്റെ കൂടെയുണ്ട്. ഓരോ മനുഷ്യൻ്റെയും കൂടെ ഇങ്ങനെ മലക്കുകളുണ്ട് എന്നാണ് പറഞ്ഞത്. സൂറത്ത് അന്നാമിൽ നാം പഠിച്ചിരുന്നു, വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദിഹി വയുർസിലു അലൈക്കും ഹഫളത്തൻ. അള്ളാഹു അവൻ്റെ അടിമകളുടെ മേൽ സർവാധിപതിയാണ്, അവരെ സംരക്ഷിക്കാൻ വേണ്ടി അവൻ സംരക്ഷകരെ അയക്കുന്നു എന്ന്. അതുപോലെ തന്നെ മനുഷ്യരുടെ വാക്കുകളും പ്രവൃത്തികളും വികാരങ്ങളുമൊക്കെ അവരുടെ ഇടതും വലതുമുള്ള മലക്കുകൾ എഴുതി വെക്കുന്നു എന്നും ഖുർആനിൽ സൂചിപ്പിക്കുന്നുണ്ടല്ലോ. സൂറത്ത് ഇൻഫിതാറിൽ ഇങ്ങനെ പറയുന്നു, വ ഇന്ന അലൈക്കും ലഹാഫിലീൻ, തീർച്ചയായും നിങ്ങൾക്കുമേൽ നിരീക്ഷകരുണ്ട്, കിറാമൻ കാത്തിബീൻ, മാന്യന്മാരായ എഴുത്തുകാർ. ഇവിടെയൊക്കെ പരാമർശിച്ച മലക്കുകളെ ആയിരിക്കാം ഈ ആയത്തിൽ ഓരോ മനുഷ്യൻ്റെയും മുമ്പിലും പിമ്പിലും അവൻ്റെ സംരക്ഷണത്തിനായി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന മലക്കുകൾ എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് മലക്കുകൾ സംരക്ഷിക്കുന്നത് എന്ന് പ്രത്യേകം പറയുന്നതിലൂടെ ഏതുവരെ സംരക്ഷിക്കാനാണോ അള്ളാഹു നിർദ്ദേശിച്ചിട്ടുള്ളത് അതുവരെ ആയിരിക്കും ഈ മലക്കുകൾ ആപത്തുകളിൽ നിന്നും മറ്റും മനുഷ്യനെ സംരക്ഷിക്കുക എന്നതുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നു. തുടർന്ന് ഒരു പൊതു തത്വം പറയുകയാണ് ഈ ആയത്തിൽ, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബി ഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. ഒരു ജനം അവരുടെ അവസ്ഥ സ്വയം മാറ്റുന്നതുവരെ അള്ളാഹു അവരുടെ അവസ്ഥ മാറ്റുകയില്ല. ഇന്നല്ലാഹ ലാ യുഗയ്യിറു, തീർച്ചയായും അള്ളാഹു മാറ്റുകയില്ല, മാ ബി ഖൗമിൻ, ഒരു ജനതക്ക് ഉള്ള അവസ്ഥ, ഹത്താ യുഗയ്യിറു, അവർ മാറ്റുന്നതുവരെ, മാ ബി അൻഫുസിഹിം, അവരുടെ സ്വയമായുള്ള അവസ്ഥ. ഓരോ സമൂഹവും അപകടത്തിലേക്ക് പോകുന്നത്, നാശത്തിലേക്ക് പോകുന്നത് അവരുടെ തന്നെ പ്രവൃത്തികൾ കാരണമായി കൊണ്ടാണ്. ഓരോ സമൂഹത്തെയും സൗഭാഗ്യത്തിലേക്ക് നയിക്കുന്നതും ദൗർഭാഗ്യത്തിലേക്ക് നയിക്കുന്നതും ആ സമൂഹം തന്നെയാണ്. അള്ളാഹു ഒരു സമൂഹം നന്നാവാൻ സ്വയം തയ്യാറല്ലെങ്കിൽ അവരുടെ മേൽ പുരോഗതിയും അനുഗ്രഹങ്ങളും കൊണ്ടുവന്ന് ചൊരിഞ്ഞ് അടിച്ചേൽപ്പിക്കുകയൊന്നുമില്ല. അതാണ് സൂചിപ്പിക്കുന്നത്. നേരെ മറിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അള്ളാഹു ക്ഷേമത്തിലേക്കുള്ള വഴി ഒരുക്കി കൊടുക്കുന്നു. ഈ പറഞ്ഞതിന് മറ്റൊരു വിശദീകരണവുമുണ്ട്. അതായത് ഈ സൂറത്തിൽ പറഞ്ഞു വരുന്ന കാര്യങ്ങളിലേക്ക് ചേർത്തുകൊണ്ട് മക്കയിലെ നിഷേധികൾ തങ്ങളോട് പ്രവാചകൻ പറയുന്ന ശിക്ഷ ഞങ്ങളുടെ മേൽ ഇറക്കിത്തരണമെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത്, അതുപോലെ ദൃഷ്ടാന്തങ്ങളായി അത്ഭുത പ്രകടനങ്ങൾ കാണിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടത്, ഇത്തരം സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ ആയത്തിനെ പരിശോധിക്കുമ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇങ്ങനെയാവും. അള്ളാഹു ഓരോ സമൂഹത്തോടും ഓരോ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ സമൂഹങ്ങളുടെ നിലപാട് അവർ സ്വയം മാറ്റുന്നതുവരെ അള്ളാഹു അവൻ്റെ നിലപാടും മാറ്റുകയില്ല. അതുകൊണ്ട് മക്കയിലെ നിഷേധികൾക്ക് ദിവ്യാത്ഭുതങ്ങൾ കാണിക്കാൻ ആവശ്യപ്പെടുന്നതിന് പകരം തങ്ങൾക്ക് ചുറ്റുമുള്ള ദൃഷ്ടാന്തങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെടുന്നത് അനുസരിച്ചുകൊണ്ട് അതിന് തയ്യാറാവുകയും കാര്യങ്ങൾ ഗ്രഹിച്ച് നേർമാർഗത്തിലേക്ക് വരികയുമാണ് വേണ്ടത്. അപ്പോൾ അള്ളാഹു സഹായിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ് എന്നാണ് ഈ പറഞ്ഞത് എന്ന ഒരു വിശദീകരണവും ഉണ്ട്. എന്നാൽ വൈദാ അറാദല്ലാഹു ബി ഖൗമിൻ സൂഅൻ, എന്നാൽ അള്ളാഹു ഏതെങ്കിലും സമൂഹത്തിന് നാശം ഉദ്ദേശിക്കുന്ന പക്ഷം
ഫലാ മറദ്ദലഹു, അതിന് യാതൊരു തടസ്സവും പിന്നെ ഉണ്ടാവുകയില്ല. അത് തടയാൻ ആർക്കും സാധിക്കുകയില്ല. ഒരു പരിധി കഴിഞ്ഞാൽ ഒരു സമൂഹത്തെ അള്ളാഹു ശിക്ഷിക്കാൻ തീരുമാനിക്കുന്നു. ആ തീരുമാനം വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ആ ശിക്ഷയെ തടയാൻ സാധിക്കുകയില്ല. ഒമാലഹും മിൻ ദൂനിഹി മിൻ വാൽ, അവനെ കൂടാതെ അവർക്ക് ഒരു രക്ഷകനുമില്ല. ഒമാലഹും, അവർക്കില്ല, മനുഷ്യർക്കില്ല, മിൻ ദൂനിഹി, അവനെ കൂടാതെ, അള്ളാഹുവിനെ കൂടാതെ, മിൻ വാൽ, രക്ഷകനായി ആരും. ഒരു സമൂഹത്തിൽ അക്രമികളും ദുഷ്ടന്മാരും അധികരിക്കുകയും ഒടുവിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ഏതെങ്കിലും രൂപത്തിൽ ആ സമൂഹത്തിന് വരികയുമാണെങ്കിൽ നിരപരാധികളായ നല്ല കുറച്ച് ആളുകൾ അവിടെ ഉണ്ടെങ്കിൽ പോലും ഭൂരിഭാഗം ജനങ്ങളുടെയും ദുഷ്ടതകളുടെ പേരിൽ ആ നിരപരാധികളും ഈ ലോകത്ത് ദുരിതമനുഭവിക്കേണ്ടി വരുമെന്ന സൂചനയും ഇതിലുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെ കൂടി ഉൾപ്പെടുത്തണമെന്ന് സന്ദർഭവശാൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും പ്രയാസങ്ങളിൽ നിന്നും ദുഃഖത്തിൽ നിന്നുമെല്ലാം രക്ഷപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.